ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോണത് മൈസൂർ സൂ ആണ്. ലോക പ്രശസ്തമായ ഇവിടെ നിരവധി ജീവികളാണ് ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരവും ബാഗും എല്ലാം പരിശോധിക്കും. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നേരെ റോഡിൻ്റെ അപ്പുറത്താണ് കേട്ടോ സൂ. അതായത് റോഡിൽ അണ്ടർ പാസ് കൂടി വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ സൂവിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ലേഡീസ് അത് കൂടെ, ജെൻസ് ഇത് കൂടെ പോകണം. യു ആർ വെൽക്കം. ആ സെക്യൂരിറ്റിക്കാരനെ നമ്മുടെ ശരീരം പരിശോധിച്ചു കേട്ടോ. അതുകൊണ്ടാണ് യു ആർ വെൽക്കം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ അകത്തേക്ക് കിടക്കാൻ. നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചതിനകത്ത് എന്തെങ്കിലും പറ്റാത്ത കണ്ടാൽ അവർ പിടിച്ചേക്കും കേട്ടോ. സെൽഫി സ്റ്റിക്കൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതൊക്കെ ഇവിടെ നമുക്ക് ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് വേണം പോകാൻ. എല്ലാ സാധനങ്ങളും ഇവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കേണ്ടി വരും. നമ്മളിപ്പോൾ റോഡിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് അണ്ടർ പാസ് വഴി സൂവിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഇത് തന്നെ സൂ കാണാനുള്ള ടിക്കറ്റും ഉണ്ട്. ഇത് കൂടാണ്ട് ഒരു ജലാശയമൊക്കെ ഉണ്ട്. അത് കാണാൻ ഒരു കോംബോ ടിക്കറ്റ് എടുക്കാം. ആ ജലാശയത്തിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. ഇതിപ്പോൾ കർണാടകയിലുള്ള ഏതോ സ്കൂളിൽ നിന്ന് ഒരു സെറ്റ് കുട്ടികൾ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവർ ടീച്ചേഴ്സും ആൾക്കാരൊക്കെ ഉണ്ട്. മരത്തിൻ്റെ മുകളിൽ ഒരു പുലിയുടെ പ്രതിമ. ഓ അടിപൊളി. അപ്പോൾ നമ്മൾ മൈസൂർ സൂവിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. മൈസൂർ സൂവിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. നിറയെ കുട്ടികൾ ഒക്കെ വന്നിട്ടുണ്ട്. ഓ ഇവിടെ നിങ്ങളുടെ കാഴ്ച തുടങ്ങുകയാണ്. ഇവിടെ എന്താ പിഞ്ച് പക്ഷികളാണ്. പിഞ്ച് പക്ഷികൾ ഉണ്ട് ഇതിനകത്ത്. അപ്പുറത്ത് നിറയെ തത്തകളും ഉണ്ട്. ഈ ഭാഗത്ത് മുഴുവൻ പക്ഷികളാണ്. മൂങ്ങ മരത്തിന് മുകളിൽ വേണ്ട മൂങ്ങ. ഏതാണ്? മോട്ടിൽ വുഡ് ഔൾ. ഞാൻ ആരാ മനസ്സിലായോ? നമ്മൾ രാത്രിയിൽ നിന്ന് പൂണ ഉണ്ടല്ലോ, ആ ഇരിക്കണമാരാ കണ്ടോ മൂന്നെണ്ണം. മൂങ്ങ കാലം കൊയ്യെന്ന് പറയും. ഇതിൽ 3 ആളുണ്ടല്ലോ. ബ്രൗൺ ഔള്, മോട്ടിൽ വുഡ് ഔള്, ബ്രൗൺ വുഡ് ഔള്. മറ്റേ 3 മൂങ്ങ ഉണ്ട് കേട്ടോ. ഓക്കെ. എന്താണ്? ബഡ്ഗരിഖാർ എന്നൊരു പേര്. ലവ് ബേർഡ്സ് ആണ്. നിറയെ ഉണ്ട്. നിലത്തും കുറെ ഇരിക്കുന്നുണ്ട് ലവ് ബേർഡ്സ്. ആ വെളുത്ത മയിലല്ലേ? ഓ ഇത് ഒറിജിനലാണോ? ആ വെളുത്ത മയില ഞാൻ കണ്ടിട്ടുണ്ട്. 2 ഉണ്ട് കേട്ടോ. അരിപ്രാവും ഉണ്ടല്ലോ കൂട്ടില്. ഓ അതൊക്കെ വലിയ പക്ഷി. കണ്ട ഇവിടെ ഇത് ക്രെയിനാണ്. ആ കറക്റ്റ്. സാരസ് ക്രെയിൻ, സരസ കൊക്ക് എന്നൊക്കെ മലയാളത്തിൽ പറയും. പണ്ട് വായിച്ചിട്ടുണ്ട് സാരസ് ക്രെയിൻ.
रोटी चलता है हाँ ലെസർ അഡ്ജൻ സ്റ്റോർക്ക് നമ്മുടെ വയനായക്കൻ ഓ ആയിരിക്കണം കാണാം അടിപൊളി ഗംഭീര വലുപ്പമാണ് കേട്ടോ ഇത് ചൈൽഡ് കെയർ റൂമാണ് ഫീഡിങ് റൂം എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ അമ്മയ്ക്ക് കുഞ്ഞിന് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ ഈ വണ്ടിക്ക് ഒരാൾക്ക് 240 റുപ്യാണ് റേറ്റ് 240 രൂപ ഉണ്ടെങ്കിൽ അത് കൊടുത്ത് നമുക്ക് തന്നെ റൗണ്ട് അടിക്കാം കുറേ ദൂരം ഉണ്ട് നടക്കാൻ അപ്പോൾ നടക്കാൻ വയ്യാത്തവരാണെങ്കിൽ എന്നിട്ടിങ്ങനെ പോവാം ഇതിലിപ്പോൾ എന്താ ഉള്ളത് ഉണ്ടാവും ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് എന്തോ ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ കടുവ തോന്നുന്നു കേട്ടോ കടുവയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഓ കടുവുണ്ട് ആ കിടക്കണം അതിൻ്റെ അടിയിൽ ആ ഓക്കെ അടിയിൽ കടുവുണ്ട് സിംഹത്തിൻ്റെ കൂടാണ് കേട്ടത് സിംഹങ്ങളുണ്ട് ഓ ഗംഭീരനൊരു സിംഹം അവിടെ ഇരിക്കുന്നുണ്ട് ഗംഭീര സിംഹം നല്ല സട ഉള്ള നല്ലൊരു സിംഹം ഓ ഓ നോക്കി നടന്നു വരുന്നുണ്ട് ഇപ്പൊ സൂവിനകത്തൂടെ നടക്കാനേ 2.5 കിലോമീറ്ററിലധികം ദൂരം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2 കിലോമീറ്റർ നടന്നാലാണ് ഏറ്റവും ലാസ്റ്റ് എത്തുക. ഒരു കറക്റ്റ് ഡയറക്ഷനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. റിംഗ് ടൈൽഡ് ലീമർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കേപ്സ് കുരങ്ങ വർഗ്ഗക്കാരൊക്കെ ഈ വഴിക്കാണുള്ളത്. നമുക്ക് ഈ വഴിക്ക് പോയി നോക്കാം. നല്ലൊരു പ്രതിമയാണ് കേട്ടോ. കരിങ്കല്ലാണോ എന്തോ. കാട്ടുപോത്തിൻ്റെ ശരീരം, സിംഹവാലം കുരങ്ങും ഒക്കെ ഉണ്ട്. ഓക്കെ പോവാം. ദൂരെ ഇരിക്കണ്ടേ. അപ്പോൾ ഇവിടെ സിംഹവാലം കുരങ്ങ്, ചിമ്പാൻസി, ഗറില്ല അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. നമ്മളത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഗേസ് ഗൊറില്ല ഉണ്ട്. ഗൊറില്ല കണ്ണാടി കോട്ടിലാണ് നിൽക്കുന്നത്. ഗറില്ല കേട്ടോ. പെയിൻറ്റിട്ട് നടന്നു പോയിട്ട് തണലത്ത് പോയിരുന്നു. പത്മാസത്തിരിക്കണ പോലെ ഉള്ളണ്ടി ഇരുന്നവിടെ.
ഓ ഗൈസ് കിട്ടില്ല കാണാൻ മറക്കാം. അപ്പുറത്തെ വലുത് ഇവിടെ നോക്ക്. അതാ ആനയുടെ വലിപ്പം സാധനം മുകളിൽ കണ്ട കാണണ്ട. അതെനിക്ക് കാണണ്ട. ഓ കാണ്ടാമക്ക് എത്ര വലിപ്പൊക്കെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അടിപൊളി. ഓക്കെ കാണ്ടാമൃഗത്തെ നമുക്ക് അടുത്ത് കാണാം കേട്ടോ. സതേൺ വൈറ്റ് റൈനോസറസ്. എന്താ വലിപ്പം. അത്യാവശ്യം വലിയ കുട്ടിയാനയുടെ വലിപ്പമുണ്ട് കാണ്ടാമൃഗം. സൂപ്പറായി. 2 എണ്ണം ഉണ്ട്. ഇവിടെ സീബ്ര ഉണ്ട് കേട്ടോ. സീബ്രയുടെ കൂട്ടിലേക്ക് നമ്മൾ പോണത്. സീബ്ര നിൽക്കുന്നുണ്ട് അവിടെ. 5-6 സീബ്ര ഉണ്ട്. സീബ്രയുടെ കൂടെ നമുക്ക് സൂം ചെയ്യാം. സീബ്ര ഓക്കെ. അത് കരടിയുടെ കൂടാണ്. കരടി രണ്ടെണ്ണം നേരത്തെ കുഴിയിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് അവരുടെ ഭക്ഷണം തേടുന്നു. അതിലൊക്കെ അവർ ഭക്ഷിക്കും. മണ്ണിലിങ്ങനെ ഇറങ്ങി നടക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന്. ഇത് സൂര്യനുള്ളൊരു ഫൗണ്ടനാണ്. അടിപൊളിയായിട്ടുണ്ട്. ജലതരംഗിണി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അത് നോക്കാം. ഓ ഇങ്ങോട്ടൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശൊക്കെ നല്ല പ്രഷറിലാണ് വെള്ളം വരുന്നത്. മാനുകളുടെ ഗംഭീര ഒരു ശേഖരമാണ്. അവിടെ ഷെഡ് കെട്ടിൻ്റെ അടിയിൽ മുഴുവൻ മാനുകൾ വന്ന് നിൽക്കുക. വെയിലുള്ള വേണ്ടിയിട്ടാണ്. ഒരു പുള്ളിമാനാണ്. ഈ കോമ്പോട്ടൊക്കെ നല്ല തണുപ്പും തണലുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. നല്ല ടാർ ചെയ്ത നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള റോഡ്, നല്ല തണൽ മരങ്ങൾ. ഇവിടെ എന്തോ ഉണ്ട്, നമുക്ക് എന്താ നോക്കാം. ഓ കഴുതപ്പുലിയാണ്. ഓ കഴുതപ്പുലി അവിടെ കിടക്കുന്നുണ്ട്. വേണ്ട കഴുതപ്പുലി വേണ്ട. ആ ഒരെണ്ണുള്ളൂ. ഒരാളെ കണ്ടല്ലോ കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ ഒരു ആന 4 സാധാരണ ആന തന്നെയാണ്. അവരിപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം ഫുഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുഡ് ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുക. ഒക്കെ പിടിയാൻ തന്നെയാണ്. ചങ്ങലയുണ്ട്. ഇവിടെ കാട്ടുപോത്തുകളെയും വലിയൊരു സംഘമുണ്ട് കേട്ടോ. ഗടാഗടിയും കാട്ടുപോത്തുകളാണ്. നല്ല ഭംഗിയുള്ള ശൗര്യമുള്ള കാട്ടുപോത്തുകൾ. ഓക്കെ. ആഫ്രിക്കൻ ആനയുടെ ഒരാൾ കേട്ടോ. നല്ലൊരു ആഫ്രിക്കൻ ആന. പ്രായമായും തോന്നുന്നുണ്ട്. അത് കുറച്ച് അവശതയിലൊക്കെ തോന്നും. നല്ല കൊമ്പ്, ഒറ്റയ്ക്കേ ഉള്ളൂ. അതിൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക.
ഇത് നീൽക്കായ് അഥവാ നീലക്കാളയുടെ ഒരു താവളാണ് കേട്ടോ. ഗംഭീരായൊരു മൃഗമാണ് നീൽക്കായ് അഥവാ നീലക്കാള. ഓക്കെ, മൈസൂർ സൂര്യ ഇപ്പോൾ പാമ്പുകളുടെ ഭാഗമാണ് കേട്ടോ. നമ്മൾ പാമ്പുകളെ കാണാൻ വേണ്ടി പോവാണ്. വിഷയത്തെ ട്രിങ്കറ്റ്സിനേക്കാണ് പെട്ടിയിലുണ്ട്. നാഗത്താൻ പാമ്പ്, നാഗത്താൻ പാമ്പാണ്. മൂർക്കനൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് ഇവിടെ അനാക്കൊണ്ട ഉണ്ട് കേട്ടോ. അനാക്കൊണ്ട കാണാം. അനാക്കൊണ്ടയുടെ കൂടാണ്. ഓ ഇതുണ്ട വെള്ളത്തിൽ കിടക്കുന്നുണ്ട് അനാക്കൊണ്ട. അടിപൊളി. ഇപ്പുറത്തുണ്ട. ഇതാണൊരു കാഴ്ച കേട്ടോ, അനാക്കൊണ്ട. വേറെ റെയർ ആയിട്ടാണ് കേട്ടോ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള ഒരു സാധനമാണ്. മനുഷ്യനൊക്കെ വിഴുങ്ങാൻ പോകാൻ വലുപ്പമുള്ള അപാര വലുപ്പം നിൽക്കുന്ന മലമ്പാമ്പാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. ഇവിടെ ഹിപ്പോ ആണ് കേട്ടോ, ഹിപ്പോപ്പൊട്ടാമസ്. വലിയ 2 ഹിപ്പോ ഉണ്ട് ഇതിൽ. ഇതാ നിൽക്കുന്ന ഹിപ്പോ. ഇവിടെ ചീങ്കണ്ണി ഉണ്ട്. ചീങ്കണ്ണി നോക്കാം. വെള്ളത്തിൽ ചീങ്കണ്ണി 2 എണ്ണം. ചീങ്കണ്ണിൽ തന്നെ വേറെ റേറ്റാണ്. ഉള്ളി നല്ല സ്റ്റൈലിഷ് ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രദേശമാണ് കേട്ടോ. ആകാശമൊക്കെ അല്ലെങ്കിൽ മേൽക്കൂര മറച്ചുണ്ട്. ഇത് കടന്നു പോയിരിക്കാനാണ് അവിടെ ഗേറ്റിൽ ചങ്ങലിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പക്ഷികൾ പറന്ന് അപ്പുറത്തേക്ക് പോയില്ല. ഇപ്പോൾ യൂറേഷ്യൻ സ്പൂൺ ബില്ലാണ് ഇരിക്കുന്നത്. ഓ ഇതാ വലിയ പക്ഷി, പെലിക്കനുകൾ. ഓ അടിപൊളി. അത് പൊളിച്ച് പെലിക്കൻ. ഓ സൂപ്പറായി. പെയിൻറ്റഡ് ഷോർക്ക്, ഹൈബീസുകൾ, പാതിരാക്കൊക്കെ ഈ കാലിൻ്റെ പോലാണ് കൂട് കൂട്ടിയിരിക്കുന്നത്. ഓ എന്തായാലും വലിയൊരു ഏരിയ ആണ് കേട്ടോ പക്ഷികൾക്കുള്ളത്. കൃത്രിമമായി വെച്ച് കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ അവർ കൂട് കൂട്ടിയിട്ടുണ്ട്. ഇത് പാതിരാക്കൊക്കെ ഇരിക്കണം. നന്നായിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം. വലിയൊരു പെലിക്കാൻ വെള്ളത്തിൽ നീങ്ങണം. അടിപൊളി. ഓ പെലിക്കാൻ യുദ്ധം ചെയ്യാനുള്ള അവിടെ അവർ തല്ലൂട. കൈതയുടെ മുകളിൽ മുഴുവൻ പാതിരാക്കൊക്കെ കൂട് കൂട്ടിയിരിക്കുകയാണ്. അവർ കൂട്ടിൽ ചെറിയ കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. പരിമിതമായ ആവാസ വ്യവസ്ഥയിലും അവർ ബ്രീഡിങ്ങൊക്കെ നടത്തുന്നുണ്ട്. കൊള്ളാം. വലിയൊരു പെലിക്കനാണ്. അടിപൊളി. അവിടെ വലുതുണ്ടോ? ഓ വലിയ സാധനം കേട്ടോ നക്ഷത്രാമ. ഇതെന്തായാലും പൊളിച്ച് ഇത്രയൊക്കെ വലിപ്പം വെക്കുന്ന ആദ്യമായിട്ടാണ്. നമ്മൾ മൈസൂർ സൂവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇത് പുറത്തേക്ക് പോകാനുള്ള സ്ഥലത്തിരിക്കണം, എക്സിറ്റ്. ഓ ജിറാഫ് ഒറിജിനൽ തന്നെയായിരുന്നു. കുറേ നേരമായിട്ട് പ്രതിമ പോലെ വന്നിരുന്നു ഇവിടെ. അപ്പോൾ അവസാന ഭാഗത്ത് നമ്മൾ ജിറാഫിനെ കണ്ടിട്ട് നമ്മൾ മടങ്ങാൻ നിൽക്കുകയാണ്.
ഇങ്ങനെ നിൽക്കണപ്പോഴേ ആദ്യം വിചാരിച്ച് പ്രതിമയാണ് കേട്ടോ. കറ കറക്റ്റായിട്ട് പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുക ഉണ്ടോ. ദൂരെ നിന്ന് കണ്ടപ്പോൾ പ്രതിമ തന്നെ വിചാരിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, ജിറാഫിനെ കണ്ടിട്ട് നമ്മൾ മെല്ലെ പോകാൻ കേട്ടോ. വലിയൊരു സമയം വേണമെങ്കിൽ ഒരു ദിവസം തന്നെ ചിലവഴിക്കാനുള്ള സ്ഥലമുണ്ട് ഇപ്പോൾ നമ്മുടെ മൈസൂർ സൂ. അപ്പോൾ മൈസൂർ സൂവിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിലേ കടന്ന് റോഡിന് അപ്പുറത്തേക്ക് എത്തോട്ടോ. അണ്ടർപാസ്സാണ്. അണ്ടർപാസ് വഴി നമ്മൾ നേരെ പുറത്തേക്ക് പോകണം. ഓക്കെ.